പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിലൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഉണ്ട്, ഈസ്ട്രജൻ ഡോമിനൻറ്റ്. ഇങ്ങനെയുള്ളവർക്ക് എന്താണ് കൂടുതലും സിംറ്റംസ് ഉണ്ടാവുക? ഹെവി പീരിയഡ്സ് ആയിരിക്കും, അതായത് ഫ്ലോ ഒരുപാട് ലോങ് ആയിട്ട് നിൽക്കും. അത് കൂടാണ്ട് ഹെവി ആയിട്ടുള്ളത് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ എന്താണ്, ആ പീരിയഡ്സ് ആവുന്നതിന് മുമ്പേ ഉള്ള ഭയങ്കര സിവിയർ ആയിട്ടുള്ള തലവേദന, മൈഗ്രെയിൻ, ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ടെൻഡർനെസ്, വല്ലാത്ത ക്ഷീണം. പല സ്ത്രീകളും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, ആ പീരിയഡ്സ് ആവുന്ന സമയത്ത് ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് പോയാൽ എൻ്റെ ശരീരം എല്ലാം വീർത്ത് വരുന്നു, ഒരു ഇൻഫ്ലമേഷൻ ഭയങ്കര കൂടുതലായിട്ട് ചിലപ്പോൾ കാണിക്കും. ഇതൊക്കെ യൂഷ്വലി ഒരു ഈസ്ട്രജൻ ഡോമിനൻസിൻ്റെ ഒരു സിംറ്റമാണ്. അപ്പോൾ ഈസ്ട്രജൻ ഡോമിനൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഈസ്ട്രജൻ കുറവാണെന്നൊക്കെയാണ്, പക്ഷെ പലതരമുണ്ട് PCOD. അപ്പോൾ ഇതിലെ ഈസ്ട്രജൻ ഡോമിനൻസ് ഉള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങൾ കൊണ്ട് ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ കൂടാം. ഒന്നെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ആണല്ലോ. ഇത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിച്ച ശേഷം ഇത് നമ്മുടെ മലം വഴി ലിവർ ഡീറ്റോക്സിഫൈ ചെയ്ത് പല രീതിയിൽ ഇതിനെ നശിപ്പിച്ചു കളയുന്നു. പക്ഷേ ആ ഒരു പാത്വേ കറക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈസ്ട്രജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളേണ്ട ഒരു റോള് നടക്കത്തില്ല. അപ്പോൾ ഈ ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ അടിയുന്നു. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബി വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ്. B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ ഈസ്ട്രജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിൽ വൈറ്റമിൻ B12 ആവശ്യത്തിന് ഉണ്ടാവണം. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരെങ്കിലും വൈറ്റമിൻ B12 ഡെഫിഷ്യൻ്റ് ആണ്. സെക്കൻഡ് കാരണം എന്ന് പറയുന്നത് സീനോ ഈസ്ട്രജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന പല കോസ്മെറ്റിക്സ് ഉണ്ട്. സ്ത്രീകളാകുമ്പോഴത്തേക്കും നമ്മൾ ഷാംപൂ, കണ്ടീഷണർ, ഡിയോഡ്രൻസ് യൂസ് ചെയ്യും, അല്ലാണ്ട് ഒരുപാട് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യും അല്ലേ? നമ്മുടെ ഫൗണ്ടേഷൻ, ക്രീംസ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ മസ്കാര, വോട്ടെവർ. അപ്പോൾ ഇതിലെല്ലാം ചിലപ്പം ചില കെമിക്കൽസ് അടങ്ങും. ഇത് ഈസ്ട്രജനെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യും. ദീസ് ആർ കോൾഡ് ഹോർമോൺ ഡിസ്റപ്റ്റേഴ്സ്. എക്സാമ്പിൾ, നല്ലൊരു ഉദാഹരണത്തിനുള്ള നമുക്ക് പറയുവാണെങ്കിൽ പാരബെൻസ് എന്ന് പറയും. ഈ പാരബെൻസ് നമ്മുടെ ശരീരത്തിൽ അടങ്ങി അല്ലെങ്കിൽ ശരീരത്തിൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ അത് ഈസ്ട്രജൻ്റെ ഒരു റോള് പ്ലേ ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഫുഡ് ചൂടാക്കുന്നു അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഥാലേറ്റ്സ് ഈ ഈസ്ട്രജനെ പോലെ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഈസ്ട്രജനെ പോലെ തന്നെ പ്രവർത്തിക്കും. ഈസ്ട്രജൻ്റെ ഒരു ഇഫക്റ്റ് കൂട്ടും. അപ്പം ഇതൊക്കെ വളരെ സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മിനിമം എക്സ്പോഷറെ ഈ പറയുന്ന സീനോ ഈസ്ട്രജൻസിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഷാംപൂ സെലക്ട് ചെയ്യുന്ന സമയത്ത് പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ സെലക്ട് ചെയ്യണം. കോസ്മെറ്റിക്സും അതുപോലെ തന്നെ BPA ഫ്രീ പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിക്കണം. ഞാൻ ഡെഫിനറ്റ്ലി പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല, തീർച്ചയായിട്ടും അത് നല്ലതല്ല. പക്ഷേ എങ്കിലും നമുക്ക് ചില അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ BPA ഫ്രീ ആണെന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നു. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് വരുത്താൻ പല കാരണങ്ങളുണ്ട്. സ്ട്രെസ്സ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ്. അപ്പോൾ സ്ട്രെസ് ലെവൽസ് നമ്മൾ ഈസി ആയിട്ട് മാനേജ് ചെയ്യണം. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു 5 to 10 minutes അത്രയും മതി. നമുക്കൊന്ന് ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടുക. അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, അതായത് കണ്ണടച്ച് നമ്മുടെ ചിന്തകളായിരുന്നു ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളൊക്കെ ശരിക്കും അനാവശ്യ ചിന്തകളല്ലേ, അതിലൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഡീക്ലട്ടറിങ് യുവർ മൈൻഡ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ ഒരുപാട് കഴിക്കണം എന്ന് പറയുന്നതാണ്. പക്ഷെ അത് റിയലി ഇഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ B12 ആവശ്യത്തിന് ഭക്ഷണത്തിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ സീനോ ഈസ്ട്രജൻസിൻ്റെ എക്സ്പോഷർ കുറയ്ക്കുക. അപ്പോൾ ഷാംപൂ, കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ചൂസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നാലാമത്തെ കാര്യം, സ്ട്രെസ് ലെവൽസ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ ബ്രീതിങ് എക്സസൈസസും റിലാക്സേഷൻ ടെക്നിക്സും ചെയ്യുക. ഇനി ഇതെല്ലാം ചെയ്ത ശേഷം ചിലപ്പോൾ ഈസ്ട്രജൻ ഡോമിനൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, കാരണം നമുക്ക് ജനറ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നേടി തന്നെ ചെയ്യണം. കാരണം ഈസ്ട്രജൻ ഡോമിനൻസ് വെച്ചുകൊണ്ടിരുന്നാൽ പിൽക്കാലത്ത് ഇത് ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് വരെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ അത് ഡിസ്റപ്റ്റ് ചെയ്യും. കൂടാതെ ഇങ്ങനത്തെ ഒരു വളരെ ബാഡ് കോൺസിക്വൻസ് അതിനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടിപ്സ് നിങ്ങൾ സ്വീകരിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് us.